കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ. ദില്ലിയിലെ പോലീസ് നടപടിക്കെതിരെ സംസ്ഥാനത്ത് ഇന്ന് KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദാണ്. സംസ്ഥാനത്തെ കോളേജ് ക്യാമ്പസുകളിൽ മോദിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കാനും ക്ലാസുകൾ ബഹിഷ്കരിക്കാനും KSU ആഹ്വാനം ചെയ്തു. CJP ദില്ലിയിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് SFI ഇന്ന് ലോക് ഭവനിലേക്ക് മാർച്ച് നടത്തും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. MG പ്രതീഷിന്റെ വിശദാംശങ്ങൾ നൽകാൻ. പ്രതീഷ്, ആ പ്രതിഷേധം അങ്ങനെ ആളിപ്പടരുകയാണ്, വ്യാപകമാവുകയാണ്. ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ അത് ഏറ്റെടുത്ത് വിദ്യാഭ്യാസ ബന്ദിലേക്ക് എത്തുന്നു കേരളത്തിൽ. ശ്രുതി, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരത്തിന് വലിയ പിന്തുണയാണ് കേരളത്തിൽ നിന്നും ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ വിവിധ സമരങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ ഈ സമരം കൂടുതൽ ശക്തമാക്കുകയാണ് കേരളത്തിൽ കൂടി. അതും യുവജന സംഘടനകൾ ഒന്നാകെ ആ സമരം ഏറ്റെടുക്കുകയാണ്. ഇന്ന് ഈ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കിക്കൊണ്ടാണ് KSU CJP സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത്. ഒപ്പം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എതിരായ ഡൽഹിയിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സംസ്ഥാന വ്യാപകമായി KSU പ്രതിഷേധ ദിനം ആചരിക്കുന്നത്. ക്യാമ്പസുകളിൽ നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചായിരിക്കും പ്രധാനമായും KSUവിന്റെ പ്രതിഷേധം ഉണ്ടാവുക. പലയിടങ്ങളിലും ഐക്യദാർഢ്യ സദസ് ഉൾപ്പെടെ നടത്താനാണ് KSUവിന്റെ തീരുമാനം. അതിനൊപ്പം തന്നെ ഈ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ലോക് ഭവനിലേക്ക് ഇന്ന് SFIയും മാർച്ച് നടത്തുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ SFI വലിയ ശക്തമായ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ലോക് ഭവനിലേക്ക് നടക്കുന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും CJP സമരത്തിന് കോൺഗ്രസും CPMും ഒരുപോലെ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഐക്യദാർഢ്യവുമായി കേരളത്തിലും അങ്ങോളം ഇങ്ങോളം സമരം കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമാക്കാനാണ് ഇവിടെയും തീരുമാനമുള്ളത്. ശ്രുതി, ഓക്കെ, വ്യക്തമാണ്. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.